friends, welcome back to my channel anha'sLittleworld. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഷിന്റെ പേരാണ് എന്താകും? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാനെന്നല്ല പറയണ്ടേ, അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതൊരു ചിക്കൻ നെഗറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്ക് തന്നെയാണ് ചിക്കൻ നെഗറ്റ്സ്. എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കാൻ നല്ല ഉഷാറാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കണം. 4 ബ്രെഡ് പൊടിച്ചത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് പൊടിച്ചത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെഗറ്റ്സൊക്കെ കാണുമ്പോൾ അതിനൊരു മഞ്ഞ കളറല്ലേ, ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഞാനിവിടെ വേറെ 5 ബ്രെഡ്സ് എടുത്തിട്ടുണ്ട്. ഈ 5 ബ്രെഡ്സിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 വീതമാണ് കട്ട് ചെയ്യുന്നത്. വലിയവർക്കാകുമ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ 2 കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ അവിടെ ഞാൻ 2 കട്ട് ചെയ്തു. നമുക്ക് ഇതേപോലെ എല്ലാതും കട്ട് ചെയ്യാം. പിന്നല്ലേ, നിങ്ങൾ anha'sLittleworld സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ചുവന്ന ബട്ടല്ലേ അതൊന്ന് അമർത്തിയാൽ മതിയേ. ഇവിടെ ലാസ്റ്റ് ഞാനിപ്പോൾ 5 ബ്രെഡും മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടാനുള്ള കുറച്ച് സാധനങ്ങളാണത്. അപ്പോൾ ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കനാണ്. ചിക്കന് ഇട്ട് വെക്കാൻ പോകാം. നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് ഇതിൽ തന്നെ ഉണ്ട്. അതിലേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. സോയാ സോസ് വെച്ച് പെപ്പർ, ginger garlic paste, chili powder, turmeric powder, ആവശ്യത്തിന് സാൾട്ട്. നമ്മളിപ്പോൾ എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇത് മിക്സിയിലിട്ട് അരച്ചാൽ മതി, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ പാടാണ്. ഞാനിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഒന്നായിട്ടാണ് ഇട്ടത്. അപ്പോൾ അരിഞ്ഞ് കിട്ടായിട്ട് ഞാൻ കുറേശ്ശെ ആയിട്ട് ഇട്ടപ്പോൾ നല്ലപോലെ അരിഞ്ഞ് കിട്ടി.
നമുക്ക് ഇത് അവിടുത്തെ സൺഫ്ലവർ ഓയിലാണ്. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം ചാമ്പിയപ്പോൾ ശരിയാവണില്ല. അപ്പം എൻ്റെ ഉമ്മക്ക് നന്നായി ചാമ്പി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിംഗ് ബോർഡിലൊന്ന് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ ഉമ്മ എനിക്ക് പരത്തി തന്നത്. ഞാൻ പരത്തുമ്പോൾ എന്തൊക്കെ ഷേപ്പായി പോവാണ്. അപ്പോൾ എൻ്റെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മക്ക് നല്ല പോലെ ഈ ഷേപ്പിൽ പരത്തി തന്നെ. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ഷേപ്പാക്കി കട്ട് ചെയ്യണം. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇപ്പം ഞാനിപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാം. അത് ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഈർക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്കൊരു പീസ് എടുക്കാം. എന്നിട്ട് ഇതിലൊന്ന് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ച ഈ മാവ് നമുക്ക് 1 മാസത്തോളം ഫ്രീസറിൽ വെക്കാം. അതും ഒരു ബോക്സിൽ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കലുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവും. അതും ഞങ്ങളെല്ലാവരും കൂടി കഴിക്കും. ഇപ്പം കണ്ടില്ല, നമുക്ക് ഈ സ്റ്റേജിലാണ് ഇത് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ ഇട്ടെടുക്കാൻ പോവാണ്. ഇത് ആവശ്യമില്ല. നമുക്കിത് ഒരു ഭാഗം വെന്തിട്ട് ഞാൻ പത്തൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ലാസ്റ്റത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ബബിൾസ് ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതാ നമ്മുടെ ചിക്കൻ നെഗ്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു തുള്ളി ബാക്കി ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം തിന്നെടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം തിന്ന് വെക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി അതിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്.
അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തോണ്ട് ഇത് നഷ്ടമാവും, അത്രയും ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു കുത്തി ഇങ്ങനെ തിന്നു, സോസ് ഉണ്ടെങ്കിലും വേണ്ടില്ല. ഇത് ഇങ്ങനെ ഒറ്റക്ക് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മുറിച്ച് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം കണ്ടോ, നല്ല രസമില്ലേ? ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ കാണും, അത് അമർത്തുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന അടിപൊളി റെസിപ്പീസ് ഇല്ല അടിപൊളി നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് അമർത്തണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും പറയണേ കമൻറ്റ് ബോക്സിൽ ഇടണം, പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അതുകൊണ്ട് പോട്ടെ.